ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ KKRനെ 32 റൺസിനാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് CSK പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത CSK 192 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് കേവലം 160 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു തകർപ്പൻ വിജയം CSK സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റാരുമല്ല, CSKയുടെ സ്പിന്നറായ നൂർ അഹമ്മദാണ്. വളരെ നിർണായകമായ 3 വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് വീഴ്ത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ മത്സരത്തിൽ CSKക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അസിസ്റ്റന്റ് ബൗളിംഗ് പരിശീലകനായ ശ്രീരാം ശ്രീധരൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നൂർ അഹമ്മദിനെ സഹായിക്കാൻ MS ധോണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലെഗ് ബ്രേക്കുകൾ മികച്ചതാക്കുന്ന കാര്യത്തിൽ ധോണിയാണ് നൂർ അഹമ്മദിനെ സഹായിച്ചത്. അതിപ്പോൾ ഫലം കാണുകയും ചെയ്തു എന്നാണ് CSKയുടെ അസിസ്റ്റന്റ് ബൗളിംഗ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ട്രെയിനിങ് സെഷനിടെ MS ധോണിയുമായി നൂർ അഹമ്മദ് ദീർഘനേരം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ലെഗ് ബ്രേക്ക് കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കുകയും ചെയ്തു. അത് നൂറിന് വളരെയധികം പ്രയോജനപ്പെട്ടു. അതിന്റെ ഫലമാണ് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അസിസ്റ്റന്റ് ബൗളിംഗ് പരിശീലകനായ ശ്രീരാം ശ്രീധരൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രെയിനിങ്ങിനിടയിൽ നൂർ അഹമ്മദിനെ ധോണി വലിയ രൂപത്തിൽ സഹായിച്ചു, ലെഗ് ബ്രേക്കുകൾ നന്നാക്കാൻ സഹായിച്ചു. അതിന്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും CSKയുടെ ബൗളർമാരും ബാറ്റർമാരും ഒരുപോലെ തിളങ്ങിയ മറ്റൊരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫലമായി കൊണ്ടാണ് ഇപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ പോയിന്റ് പട്ടികയിൽ മറികടക്കാൻ CSKക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 5 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുള്ള CSK 8ാം സ്ഥാനത്താണ് ഉള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.